ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ തനിവാവയുടെ ചോറൂണിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലും കണ്ണൂർ മുത്തപ്പ ക്ഷേത്രത്തിലും പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ. പോണ വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പോകാൻ, നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് തനിവാവയ്ക്ക് ഗുരുവായൂരും മുത്തപ്പ ക്ഷേത്രത്തിലും ചോറ് കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ നേർച്ച. അപ്പോൾ അത് സാധിക്കാൻ പോകണം എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഞങ്ങൾ ഫാമിലിയായിട്ട് ട്രാവലറിലാണ് പോണത്. അപ്പം ഞാൻ ഉണ്ട്, ഹസ്ബൻഡുണ്ട്, അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ കൊച്ചിച്ചൻ, കുഞ്ഞയുടെ മക്കൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, പിന്നെ നമ്മുടെ താരം തനിവാവ, എല്ലാവരും കൂടെ ആയിട്ട് പോകണമുണ്ട്. നല്ലൊരു വൈബിലാണ് പോണത്. പിന്നെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് കരുനാഗപ്പള്ളിയിലെ പുട്ടുകടയിലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശ്രീകുട്ടന് ഗീ റോസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പോണ വഴി കണ്ട ഒരു തിയേറ്ററാണ്. അവിടെ ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയാണ് നടക്കുന്നത്. നല്ല രസമുണ്ട് ആ തിയേറ്റർ കാണാൻ. ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത. തിയേറ്ററിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, ഏതാണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക്. ഏതായാലും തിരിച്ച് വന്നിട്ട് സിനിമ കാണാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കണത്. എന്തായാലും കണ്ടിട്ട് പറയാം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ തനിവാവേനെ ശ്രീകുട്ടൻ കളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ്. ഞങ്ങൾ 6 മണിയായപ്പോൾ ഗുരുവായൂർ എത്തിയായിരുന്നു. പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് കറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ നല്ല സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കൃഷ്ണൻ്റെ പടമൊക്കെ ഉള്ള കടകളൊക്കെ കണ്ട്. പിന്നെ കുറേ മാലകൾ, ഗുരുവായൂരപ്പൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീകുട്ടനും തനിവാവയ്ക്കും കൂടെ കളിപ്പാട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം നിന്ന് കുറേ കളിപ്പാട്ടമൊക്കെ വാങ്ങി. എന്നിട്ട് കുപ്പിവെള്ളക്കടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷനായിരുന്നു. അതൊന്നും വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. നമ്മൾ ഇതിങ്ങനെ കണ്ടുപോയത് കൊണ്ട് അതൊന്നും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ വളകളൊന്നും അധികം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മളെടുത്ത്. അങ്ങനെ നിന്നപ്പോഴാണ് ശ്രീകുട്ട ആനയെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ 2 ആന ഉണ്ടായിരുന്നു. ശീവേലി കഴിഞ്ഞ് നിന്നുകൊണ്ട് അതിനെ കാണാൻ പറ്റി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അടുത്തുള്ള കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് മസാല ദോശയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. എന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്തുള്ള ആനക്കൊട്ടിലെന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. എനിക്ക് പിന്നെ ആനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. അവിടെ ചെന്നപ്പോൾ നല്ല ആനക്കുട്ടന്മാരൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഒരാനെ കുളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ കുളിസീനൊക്കെ പകർത്തി നമ്മൾ. അങ്ങനെ നല്ല അതും കണ്ടുകൊണ്ട് കുറേ നേരം അങ്ങനെ നിന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ആനകളുടെ അടുത്തോട്ട് പോയി. 4 ചുറ്റിനും ആനകളായതുകൊണ്ട് ഏതിനെ നോക്കണമെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. എല്ലാം നല്ല സൂപ്പർ ആനകളായിരുന്നു. പിന്നെ അങ്ങ് അകത്തോട്ടൊക്കെ ആനകളുണ്ടായിരുന്നു. അവിടോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന്. പിന്നെ ഒരു പിടിയാന ഉണ്ടായിരുന്നു, അതിനെ കണ്ട്. പിന്നെ അകത്തോട്ട് നിൽക്കണതോ ആ ആനയാണ്. വലിയൊരു ആനയായിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റൂല. പിന്നെ ഒരാന ഡേഞ്ചറായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ, അതിനെ കുളിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നായിരുന്നു. ഇവിടെ നമ്മൾ കുറേ നേരമൊന്നും നിന്നില്ല. കാരണം കണ്ണൂർ മുത്തപ്പ ക്ഷേത്രം വരെ പോകണം. ഒരുപാട് നേരത്തെ യാത്രയാണ്. രാത്രിയാവും നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും. നാളെ രാവിലെയാണ് തനിവാവയ്ക്ക് അവിടെ ചോറ് കൊടുക്കേണ്ട സമയം പറഞ്ഞേക്കണത്. നമ്മളിപ്പം മുത്തപ്പ ക്ഷേത്രത്തിൽ പോണ വഴിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പടികൾ ഇറങ്ങി വേണം പോവാൻ. കുറച്ച് നടക്കണം പടി ഇറങ്ങി. പിന്നെ നമ്മൾ കുറേ പേര് പടിയിറങ്ങി നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഒരാട്ടോയിൽ പറഞ്ഞാണ് വിട്ടത്. വേറൊരു വഴിയുണ്ട്, അതുവഴിയാണ് നമ്മൾ ആദ്യം ചെന്ന് ഇറങ്ങിയത്. അപ്പം അത് നല്ല ഹൈ റേഞ്ച് പോലത്തെ ഒരു വഴിയായതുകൊണ്ട് വണ്ടി കയറാനും ഇറങ്ങാനും പാടാണ്. അങ്ങനെ നമ്മളിതുവഴി നടന്നു പോകാമെന്നും പറഞ്ഞു അവരെ ആട്ടോയിലും പറഞ്ഞു വിട്ട്. വാവേനെയും അങ്ങനെ കുറേ പേരെ ആട്ടോയിൽ പറഞ്ഞു വിട്ട്. നടന്നു പോകാൻ പറ്റണവർ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അമ്പലത്തിലെ ഐതിഹ്യം എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അമ്മയച്ഛനൊക്കെ പറഞ്ഞെന്നൊരറിവേ ഉള്ളൂ. തിരുവപ്പൻ അല്ലെങ്കിൽ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും, വെള്ളവട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയാണ് ഇവിടെ തെയ്യം കെട്ടി ആടുന്നത് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ സങ്കടമൊക്കെ
പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുമെന്നും അറിയാം. പിന്നെ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിൽ തനിവാവിനെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് സാധിച്ചില്ല. കാരണം 3 മണിക്ക് അത് തുടങ്ങുള്ളൂ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ അതുവരെ നമുക്ക് നിൽക്കാൻ സമയവും ഇല്ല. തിരിച്ചിങ്ങ് വരാൻ വേണം. പിന്നെ അത് തിരിച്ച് വരണ വരവിൽ കുറച്ച് അമ്പലങ്ങളിൽ കയറണമെന്നും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഒരു ദിവസം വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ മുത്തപ്പൻ്റെ തെയ്യക്കോലം കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുക്കൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരു സങ്കടം വന്നായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, മുത്തപ്പൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്ത് അനുഗ്രഹിക്കുന്നതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എടുക്കൂല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു സങ്കടം വന്ന്. ഇനി അവിടെയല്ലേ നമ്മൾ പോയത് എന്നുള്ള ഒരു കൺഫ്യൂഷനും ആയായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ വേറെ എവിടെയെങ്കിലുമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക അറിയാമെന്നുള്ളവർ. എന്തായാലും നമ്മളൊന്നും കൂടെ പോകും. അപ്പോൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ നല്ലതായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറ് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു അതിൻ്റെ തിരക്കിൽ. അവിടുത്തെ പ്രസാദം ശ്രീകുട്ട ഇരുന്ന് കഴിക്കുകയാണ്. അവിടെ പയർ ഇങ്ങനെ അവിച്ചതും തേങ്ങാപ്പൂളുമാണ് പ്രസാദം. അപ്പോൾ അവ അതാണ് ഇരുന്ന് കഴിക്കണം. പിന്നെ ചായയും ഉണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ പുറകുവശം. ഈ നദിയാണ് വളപട്ടണം നദി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ഒരു ബോട്ടിങ്ങിന് ആൾക്കാരെയൊക്കെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറ് ഉടുപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഗുരുവായൂരത്തതും എടുക്കാൻ പറ്റിയില്ല, ഇവിടത്തതും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെ ഫോട്ടോ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.